നമഃശിവായ. ശ്രീ ഗുരുഭ്യോ നമഃ. മഹാത്മാക്കളെ ആശ്രയിച്ചാൽ ആഗ്രഹപൂർത്തീകരണം സാധ്യമാണെന്ന് വേദം പറയുന്നു. കേൾക്കാം. അമ്മയുടെ പരിപാടിയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എല്ലാ സ്ഥലത്തു നിന്നും എല്ലാ തരത്തിലുമുള്ള ആളുകൾ അമ്മയുടെ അടുത്ത് വരുന്നുണ്ട്. എല്ലാ മതത്തിലും പെട്ടവർ, എല്ലാ രാജ്യങ്ങളിലും നിന്നുള്ളവർ, എല്ലാ ജീവിത നിലവാരത്തിലുമുള്ളവർ. ചിലർ വർഷങ്ങളായി സാധന ചെയ്യുന്നവരായിരിക്കും. ചിലരാകട്ടെ ജീവിതത്തിൽ ഒരു ആത്മീയ പുസ്തകം പോലും കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാകില്ല. ചിലർ ദുരിതമനുഭവിക്കുന്നവരായിരിക്കും. മാനസിക ദുഃഖം, ശാരീരിക അസുഖം, സാമ്പത്തിക ക്ലേശം. അമ്മയ്ക്ക് അവരെ സഹായിക്കാൻ കഴിയും എന്നാണ് അവരുടെ പ്രതീക്ഷ. ചിലർ വെറും ജിജ്ഞാസ കൊണ്ടുവരുന്നവരാണ്. പത്രത്തിലോ ടിവിയിലോ അമ്മയെക്കുറിച്ച് കണ്ട് എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന ഈ അമ്മ എങ്ങനെയിരിക്കും എന്നറിയാനായി വരുന്നവരുമുണ്ട്. ഇനി ആത്മാന്വേഷികളുമുണ്ട്. തുടക്കക്കാരും കാലങ്ങളായി സാധന ചെയ്യുന്നവരും ഉണ്ടാകാം. ആത്മജ്ഞാനിയായ ഒരു ഗുരുവായതുകൊണ്ട് അമ്മ അവരെ പരമമായ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നയിക്കും എന്നാണ് അവരുടെ പ്രതീക്ഷ. ഭൂരിപക്ഷം പേരും അമ്മയുടെ അടുത്ത് വരുന്നത് എന്തെങ്കിലും ദുഃഖം കാരണമായിരിക്കും. അമ്മ അതിന് പോം വഴി കാണും എന്ന് അവർ ആശിക്കുന്നു. കഠിനമായ ദുരിതത്തിൽ നിന്ന് മോചനം തേടി ഈശ്വരനെ പ്രാപിക്കുന്നവനെ ആർത്തൻ എന്നാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിശേഷിപ്പിക്കുന്നത്. അമ്മ പ്രഭാഷണങ്ങൾ തുടങ്ങുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും. 90% ആളുകളും ദുഃഖഭാരവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാം. ചിലർ പറയും അമ്മേ ജോലി കിട്ടിയില്ല. ജോലി കിട്ടിയ മക്കൾ പറയും അമ്മേ ശമ്പളം കൂടിയിട്ടില്ല, മക്കളുടെ കല്യാണം കഴിഞ്ഞില്ല, കേസാണ്, വീട് വാങ്ങാൻ പണമില്ല, വീട് വിൽക്കാൻ പറ്റുന്നില്ല, മാറാ രോഗമാണ്. അമ്മയുടെ ഉത്തരം ഇതായിരിക്കും: ദുഃഖിച്ചതുകൊണ്ട് പ്രയോജനമില്ലെന്ന്, അങ്ങനെ ചെയ്യുന്നത് മുറിവ് നോക്കി കരയുന്നത് പോലെയാണെന്നുമാണ് ഇവരോടെല്ലാം അമ്മ പറയുന്നത്. വിഷമിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയേ ഉള്ളൂ. ചെയ്യേണ്ടത് മുറിവിൽ മരുന്ന് വയ്ക്കുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിടാനാണ് ദുഃഖിക്കുന്ന മക്കളോട് അമ്മ പറയുന്നത്. അമ്മയുടെ അടുത്തു വരുന്ന പലർക്കും ദുഃഖങ്ങൾ മാറുന്നതായാണ് കാണുന്നത്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. കേസിൽപ്പെട്ടവർക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നു. ശാരീരികമായ രോഗങ്ങൾ മാറുകയോ കുറയുകയോ ചെയ്യുന്നു. ഇതെല്ലാം അമ്മയോട് പറയുമ്പോൾ അമ്മ ഇതിനെല്ലാം ഉത്തരവാദി താനാണ് എന്ന് ഭാവിക്കാറില്ല. എല്ലാം മക്കളുടെ പ്രാർത്ഥനയും ഈശ്വരന്റെ കൃപയും കൊണ്ടാണെന്നാണ് അമ്മ പറയാറുള്ളത്. ഇനി ഭഗവാൻ കൃഷ്ണൻ പറയുന്ന അർത്ഥാർത്ഥികളും അമ്മയുടെ അടുത്ത് വരാറുണ്ട്. ഇവർ ദുഃഖം മാറാൻ വരുന്നവരല്ല, മറിച്ച് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനായി വരുന്നവരാണ്. അമ്മേ എനിക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടണം, അമ്മേ ബിസിനസ് നന്നാകണം, അമ്മേ എനിക്ക് വിസ കിട്ടാൻ അനുഗ്രഹിക്കണം, എൻ്റെ പുസ്തകം പ്രകാശിക്കണം, അമ്മയ്ക്ക് അനുഗ്രഹിക്കാൻ കഴിവുണ്ട് എന്ന് കണ്ട് ആഗ്രഹങ്ങൾ പറയാനാണ് അർത്ഥാർത്ഥികൾ വരുന്നത്. ഇവരിൽ പലരും പിന്നീട് വളരെ സന്തോഷത്തോടെ വന്ന് ആഗ്രഹ സാധ്യത്തിന് അമ്മയോട് നന്ദി പറയുന്നതും കണ്ടിട്ടുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് സാധിക്കുന്നത്? വേദങ്ങളിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്: മഹാത്മാക്കളെ ആശ്രയിച്ചാൽ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാണ്. പരിശുദ്ധമായ മനസ്സുള്ളവന് താൻ ഇച്ഛിക്കുന്ന ലോകം പ്രാപിക്കാനും ആഗ്രഹിക്കുന്ന വസ്തുക്കൾ അനുഭവിക്കാനും കഴിയും. അതുകൊണ്ട് സമ്പത്ത് ആഗ്രഹിക്കുന്നവർ ആത്മജ്ഞാനികളെ പൂജിക്കണം. ആഗ്രഹിക്കുന്നതെല്ലാം തൻ്റെ സങ്കല്പം കൊണ്ട് നേടാൻ ഒരു മഹാത്മാവിന് കഴിയും എന്നാണ് പറയുന്നത്. വേദശാസ്ത്രങ്ങൾ മനഃശുദ്ധി എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങളൊന്നുമില്ലാതെ മനസ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായി ആഗ്രഹങ്ങളൊന്നുമില്ലാതെ മഹാത്മാവ് തന്നെ ആശ്രയിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത് അവരെ അനുഗ്രഹിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടും എന്ന് പറയാൻ പറ്റില്ല. ഒരാളുടെ പ്രാരാബ്ധ കർമ്മം അനുസരിച്ചിരിക്കും അയാൾക്ക് കിട്ടുന്ന ഫലം. എന്നാൽ അമ്മ നമ്മുടെ അമ്മ തന്നെയാണല്ലോ.
ഏതമ്മയ്ക്കാണ് മക്കൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ ആഗ്രഹമില്ലാത്തത്? നമ്മൾ അമ്മയോട് എന്തെങ്കിലും ആഗ്രഹ സാധ്യത്തിനായി ആവശ്യപ്പെട്ടാൽ അത് മറ്റൊരാളിന് ദോഷമാകുന്നില്ല, ധർമ്മത്തിന് വിരുദ്ധമാകുന്നില്ല എങ്കിൽ അത് പൂർത്തീകരിക്കാൻ തീർച്ചയായും അമ്മ സഹായിക്കും. അമ്മയുടെ സേവന പ്രവർത്തനങ്ങളിലൂടെയോ ഉപദേശങ്ങളിലൂടെയോ അല്ലെങ്കിൽ സങ്കല്പ ശക്തിയിലൂടെയോ അമ്മ അത് ചെയ്യും. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അമ്മയെ ആശ്രയിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ കരുതുന്നുണ്ടാകും. എന്നാൽ ആർത്തനും അർത്ഥാർത്ഥിയും മഹത്വമുള്ളവരാണ് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ദുഃഖനിവൃത്തിക്കും ആഗ്രഹ പൂർത്തീകരണത്തിനുമായി ഈശ്വരനെ തന്നെ ആശ്രയിക്കാൻ തോന്നുന്നത്. എന്നാൽ ആ ഭക്തിക്ക് പരിമിതികളുണ്ട്. വേദശാസ്ത്രങ്ങൾ പറയുന്നത് ഭക്തി ഇങ്ങനെ തുടങ്ങാമെങ്കിലും അതിൽ തന്നെ നിൽക്കരുതെന്നാണ്. ഇങ്ങനെയുള്ള ഭക്തി ദൃഢമല്ല. പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ അവർ വീണ്ടും വരില്ല. ഇനി ഫലം കിട്ടിയാലും ചിലപ്പോൾ അവർ അമ്മയെ മറന്ന് അടുത്ത പ്രശ്നം വരുന്നവരെയെങ്കിലും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അടുത്ത പ്രശ്നം വരുന്നവരെയെങ്കിലും അവർ അമ്മയെ മറന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. നമ്മൾ വരാൻ ശ്രമിക്കണം. അമ്മയിൽ നിന്ന് കൂടുതൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾ നേടാൻ നോക്കണം. ഇനി അമ്മയുടെ അടുത്ത് വരുന്ന മറ്റു ചിലരുണ്ട്, ജിജ്ഞാസുക്കൾ, ജ്ഞാനം തേടുന്നവർ. അവർ കുറച്ചുകൂടി പക്വതയുള്ളവരാണ്. തൽക്കാലം കുറച്ച് പ്രശ്നങ്ങളെല്ലാം തീർന്നാലും വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരും എന്ന് അവർക്കറിയാം. മാത്രമല്ല ഭൗതികമായ നേട്ടങ്ങളുടെ ക്ഷണികതയെ കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട്. അമ്മയെ ഒരു സദ്ഗുരുവായിട്ടാണ് ജിജ്ഞാസുക്കൾ കാണുന്നത്. അമ്മയെ ആശ്രയിച്ചാൽ പരമമായ ശാന്തിയും ആനന്ദവും നേടാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കുന്നു. ഹരി ഓം നമഃ ശിവായ.